പാലപ്പൂവിൻ്റെ മണം രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് അരിച്ചു കയറി. ജനാലയ്ക്ക് ചാരി നിന്ന് ദൂരെയുള്ള കുന്നിൻ ചെരുവിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു നവമി. ആകാശത്ത് കറുത്ത മേഘങ്ങൾ ചന്ദ്രനെ മറച്ചു പിടിച്ചിരിക്കുന്നു. നിലാവില്ലാത്ത ആ രാത്രിക്ക് എന്തോ ഒരു വല്ലാത്ത ഭാവമുള്ളതുപോലെ അവൾക്ക് തോന്നി. അവളുടെ മെറൂൺ നിറത്തിലുള്ള ധാവണി കാറ്റിൽ പതിയെ ഇളകിക്കൊണ്ടിരുന്നു. അയച്ചിട്ട് അവളുടെ മുടിയകൾ അരക്കെട്ടിന് താഴെ വരെ അലസമായി ഒഴുകിക്കിടക്കുന്നു. കണ്ണുകൾ കറുപ്പിച്ചെഴുതിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു ചെറിയ ചന്ദനക്കുറിയും. അവൾ ആ രാത്രിയുടെ ഏകാന്തതയിൽ ഒരു ചിത്രം പോലെ മനോഹരിയായിരുന്നു. നീലു, ഈ രാത്രിയിൽ ജനാലയും തുറന്നിട്ട് എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? വേഗം വന്ന് കിടന്നേ. അമ്മയുടെ സ്വരം താഴെ നിന്നും കേട്ടപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നുണർന്നത്. എങ്കിലും അവിടെ നിന്ന് മാറാൻ അവൾക്ക് തോന്നിയില്ല. ഈ വീടിൻ്റെ നിയമങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്. സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത്, മുടി അഴിച്ചിട്ട് രാത്രിയിൽ നിൽക്കരുത്, പാലപ്പൂ മണക്കുമ്പോൾ ശ്വാസം അടക്കിപ്പിടിക്കണം. ഇങ്ങനെ നീളുന്ന 100,000 നിബന്ധനകൾ. പണ്ടൊക്കെ മുത്തശ്ശി പറഞ്ഞു തന്നിരുന്ന കഥകൾ അവളുടെ ഉള്ളിൽ ഒരു വിങ്ങലായി പടർന്നു. ഗന്ധർവന്മാർ, സുന്ദരികളായ പെൺകുട്ടികളെ മോഹിച്ചു വരുന്ന സ്വർഗീയ ഗായകർ. അവർക്കിഷ്ടപ്പെട്ടാൽ പിന്നെ ആ പെൺകുട്ടി ഈ ലോകത്തിൻ്റേതല്ല എന്ന് മുത്തശ്ശി പറയുമായിരുന്നു. ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് യുക്തിവാദിയായ തൻ്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും മുറ്റത്തെ പാലപ്പൂവിൻ്റെ മണം മൂക്കിലേക്ക് ഇരച്ചു കയറുമ്പോൾ അറിയാതെ അവളുടെ ഉള്ളിലൊരു വിറയൽ പടരും. അവൾ പതിയെ കൈകൾ നീട്ടി ജനാലയുടെ അഴികളിൽ മുറുകെ പിടിച്ചു. ദൂരെ ആ കുന്നിൻ മുകളിൽ ആരോ ഒരാൾ നിൽക്കുന്നുണ്ടോ? വെളുത്ത വസ്ത്രം ധരിച്ച അമാനുഷികമായ വലിപ്പമുള്ള ഒരു രൂപം. അവളുടെ കണ്ണുകൾ ഒന്ന് കുറുകി. ഇല്ല, അത് വെറും തോന്നലായിരിക്കാം. പക്ഷെ തൊട്ടടുത്ത നിമിഷം അവളുടെ മുറിയിൽ ഒരു തണുത്ത കാറ്റ് വീശി. ആ കാറ്റിനേതോ അപരിചിതമായ സുഗന്ധമായിരുന്നു. മുല്ലപ്പൂവിനേക്കാളും മനോഹരമായ എന്നാൽ വന്യമായ ഒരു ഗന്ധം. അവൾ അറിയാതെ കണ്ണുകൾ അടച്ചു. ആ നിമിഷം അവളുടെ കാതിൽ ആരോ മന്ത്രിച്ചതുപോലെ, നവമി. അതൊരു വിളിയായിരുന്നില്ല, ഒരു സംഗീതം പോലെ അവളുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഒന്നായിരുന്നു. ഞെട്ടിപ്പിടഞ്ഞ് അവൾ കണ്ണുകൾ തുറന്നപ്പോൾ മുറിയിൽ ആരുമില്ല. ജനാലയ്ക്ക് പുറത്ത് മരങ്ങൾ കാറ്റിൽ ഇളകുന്നുണ്ട്. എങ്കിലും അവളുടെ നെഞ്ചിടിപ്പ് നിലച്ചിരുന്നില്ല. രാത്രിയുടെ 2ാം യാമത്തിലേക്ക് കടന്നിട്ടും നീലാംബരിയുടെ കണ്ണുകളിൽ ഉറക്കം എത്തിയിരുന്നില്ല. തൻ്റെ പേര് ആരോ വിളിച്ചതുപോലെ തോന്നിയത് വെറും തോന്നലാണെന്ന് വിശ്വസിക്കാൻ അവൾ ശ്രമിച്ചു. എങ്കിലും ആ സ്വരത്തിൻ്റെ മാധുര്യം ഇപ്പോഴും അവളുടെ കാതുകളിൽ അലയടിക്കുന്നുണ്ട്. അവൾ പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ആ ജനാലയ്ക്കൽ വന്നു നിന്നു. താഴെ മുറ്റത്ത് നട്ടുവളർത്തിയ മുല്ലച്ചെടികൾ കാറ്റിലാടുന്നു. അല്പം മുൻപ് താൻ കണ്ട ആ വെളുത്ത രൂപം അവിടെങ്ങും കാണാനില്ല. പക്ഷേ അന്തരീക്ഷത്തിൽ ഇപ്പോഴും ഒരു വന്യമായ സുഗന്ധം തങ്ങി നിൽക്കുന്നുണ്ട്. സാധാരണയായി പാലപ്പൂക്കൾക്കും മുല്ലപ്പൂക്കൾക്കും ഉണ്ടാകാറുള്ള ഗന്ധമല്ലാതെ, മറിച്ച് പുകമഞ്ഞ് പോലെ മനസ്സിനെ മയക്കുന്ന ഏതോ ഒരു അപരിചിത ഗന്ധം. അവൾ തൻ്റെ മുടിയകൾ വിരലുകൾക്കിടയിലൂടെ കോതിയൊതുക്കി. മുത്തശ്ശി പറയാറുള്ള കഥകളിലെ ഗന്ധർവന്മാർ കേവലം സുന്ദരന്മാർ മാത്രമല്ല, അവർ വലിയ കൽപ്പനാ സൃഷ്ടികൾ കൂടിയാണ്. അവരെ പ്രണയിച്ച പെൺകുട്ടികൾ പിന്നീട് ഒരിക്കലും പഴയതുപോലെ ആയിട്ടില്ല. അവരുടെ കണ്ണുകളിൽ ഒരുതരം മനോരോഗിയുടെ തിളക്കമുണ്ടാകുമെന്നും അവർ എപ്പോഴും ആരോടോ സംസാരിക്കുന്നത് പോലെ ഇരിക്കുമെന്നും മുത്തശ്ശി പറയുമായിരുന്നു. ഞാൻ എന്തിനാണ് ഇതൊക്കെ ഇപ്പോൾ ഓർക്കുന്നത്? അവൾ സ്വയം ചോദിച്ചു. പതിയെ അവൾ മുറിയിലെ ലൈറ്റ് അണച്ചു. ഇരുട്ടിൽ ജനാലയിലൂടെ വരുന്ന നേരിയ വെളിച്ചത്തിൽ മുറിയിലെ ഓരോ വസ്തുക്കളും നിഴലുകളായി മാറി. പെട്ടെന്നാണ് പുറത്തെ കാറ്റിൻ്റെ വേഗത കൂടിയത്. ജനാലയുടെ പാളികൾ ശക്തിയായി കൂട്ടിമുട്ടി. അവളത് അടയ്ക്കാൻ ആഞ്ഞു പിടിച്ചപ്പോൾ മുറ്റത്തെ വലിയ മാവിൻ ചുവട്ടിൽ ഒരാൾ നിൽക്കുന്നത് അവൾ വ്യക്തമായി കണ്ടു. ആരൊക്കെയോ പറയുന്നത് പോലെ ഒരു സാധാരണ മനുഷ്യനല്ലത്. ആ മാനുഷികമായ ഉയരം, തോൾ വരെ നീണ്ടുകിടക്കുന്ന ചുരുളൻ മുടി, കണ്ണുകളിൽ സൂര്യനെപ്പോലെ തിളങ്ങുന്ന എന്തോ ഒന്ന്. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി. ആ രൂപം പതിയെ തൻ്റെ കൈ ഉയർത്തി അവളെ അടുത്തേക്ക് വിളിക്കുന്നത് പോലെ തോന്നി. ഭയവും ആകർഷണവും ഒരുപോലെ അവളുടെ ഉള്ളിൽ നിറഞ്ഞു. അവൾക്ക് നിലവിളിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവളുടെ പാദങ്ങൾ തറയിൽ ഉറച്ചു പോയതുപോലെ. പെട്ടെന്നൊരു മിന്നൽ പിണർ ആകാശത്ത് മിന്നിമറഞ്ഞു. അടുത്ത നിമിഷം നോക്കുമ്പോൾ മാവിൻ ചുവട് ശൂന്യമാണ്. അവിടെ ആരുമില്ല. നീലു, നീ ഉറങ്ങിയില്ലേ? അച്ഛൻ്റെ ശബ്ദം പുറത്തു നിന്ന് കേട്ടതും അവൾ വിയർത്ത് കുളിച്ചുപോയി. വേഗത്തിൽ ജനാല അടച്ച് അവൾ പുതപ്പിനുള്ളിലേക്ക് ഒളിച്ചു. ഹൃദയം പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. താൻ കണ്ടത് സത്യമാണോ?
അതോ തൻ്റെ മനസ്സിൻ്റെ വെറും തോന്നലാണോ? എങ്കിലും ആ കണ്ണുകൾ അവ തന്നെ മോഹിപ്പിക്കുകയായിരുന്നു എന്ന് അവൾക്കുറപ്പായിരുന്നു. ആ രാത്രി അവൾക്ക് പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പുലർച്ചെ ജനാലയ്ക്കൽ ഒരു ചെറിയ മുല്ലപ്പൂ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ വീണ്ടും ആ പഴയ ഭയം മുട്ടിട്ടു. അത് അവിടെ എങ്ങനെ വന്നു? ഈ മുറിയിലേക്ക് ആരും വന്നിട്ടില്ലല്ലോ. രാവിലെ ഉണർന്നപ്പോൾ മുതൽ നവമിയുടെ മനസ്സ് ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. രാത്രി കണ്ട ആ രൂപവും ജനാലയ്ക്കൽ ആരോ വെച്ചു പോയതുപോലെ കണ്ട ആ മുല്ലപ്പൂവും അവളെ വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നു. അവൾ പതിയെ എഴുന്നേറ്റ് ജനാല തുറന്നു. താഴെ പറമ്പിൽ പണിക്കാരുടെ ബഹളവും അടുക്കളയിൽ നിന്ന് അമ്മയുടെയും വത്സലാമ്മയുടെയും സംസാരവും കേൾക്കാം. എല്ലാം സാധാരണ പോലെ തോന്നിക്കുന്നുണ്ടെങ്കിലും നവമിക്ക് മാത്രം എന്തോ ഒരു മാറ്റം അനുഭവപ്പെട്ടു. അവൾ കുളിക്കാനായി കുളക്കടവിലേക്ക് നടന്നു. തറവാടിൻ്റെ തെക്കേ അറ്റത്തുള്ള ആ കുളം പായൽ പിടിച്ചു കിടക്കുകയാണ്. ചുറ്റും കാട് പിടിച്ചു കിടക്കുന്ന മരങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം മണ്ണിൽ വെള്ളിവരകൾ തീർക്കുന്നു. കടവിലെ കൽപ്പടവുകളിൽ ഇരിക്കുമ്പോൾ അവൾ വീണ്ടും ആ പഴയ കഥകളിലേക്ക് ഊളിയിട്ടു. നീലു, നീ ഇതെന്താ ഇവിടെ തനിയിരുന്ന് സ്വപ്നം കാണുകയാണോ? കൂട്ടുകാരി മാളൂട്ടി വന്നത് അവൾ അറിഞ്ഞില്ല. മാളൂട്ടി അവളുടെ അടുത്ത് വന്നിരുന്നു. മാളു, നിനക്ക് തോന്നുന്നുണ്ടോ ഈ ഗന്ധർവന്മാരൊക്കെ ഇപ്പോഴും ഈ ഭൂമിയിലുണ്ടെന്ന്? നവമി അറിയാനുള്ള ആകാംക്ഷയോടെ അവളെ നോക്കി. മാളൂട്ടി ഒന്ന് ചിരിച്ചു. നീലു, ഇതൊക്കെ പണ്ട് മുത്തശ്ശിമാർ കുട്ടിപ്പട്ടാളങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞിരുന്നതല്ലേ. ഇക്കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? നീ മലയാളം നോവലുകൾ വായിച്ച് നിന്റെ തല പുകയ്ക്കുകയാണ്. മാളൂട്ടി അത് പറയുമ്പോൾ നവമിയുടെ കണ്ണുകൾ കുളത്തിനപ്പുറത്തുള്ള കാവിനടുത്തേക്ക് നീണ്ടു. അവിടെ കരിമ്പനകൾക്കിടയിൽ എന്തോ ഒന്ന് അനങ്ങിയതുപോലെ. ഒരു പക്ഷേ അത് കാറ്റായിരിക്കാം. പക്ഷെ തൻ്റെ പേര് ആരോ വിളിച്ച ആ ശബ്ദം ഇപ്പോഴും അവളുടെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ട്. ആ സ്വരത്തിന് ഒരു തരം അമാനുഷികമായ വശ്യതയുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ തറവാട്ടിൽ സന്ധ്യാദീപം തെളിയിച്ചു. നവമി പൂമുഖത്ത് ചന്ദനത്തിരി കത്തിച്ചു വെക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, നീലു, അടുത്താഴ്ച നമ്മുടെ കാവിലെ പൂജയാണ്. ഇത്തവണ വലിയ രീതിയിൽ തന്നെ നടത്തണം. എന്തൊക്കെയോ അശുഭ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെന്ന് വെളിച്ചപ്പാട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. അശുഭ ലക്ഷണങ്ങളോ? താൻ കാണുന്ന ഈ നിഗൂഢ രൂപങ്ങളാണോ ആ ലക്ഷണങ്ങൾ? രാത്രിയായപ്പോൾ അവൾ വീണ്ടും തൻ്റെ മുറിയിലേക്ക് ഒതുങ്ങി. ഇത്തവണ അവൾ മനഃപൂർവ്വം ജനാല തുറന്നു വെച്ചു. ഭയമുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കൗതുകം അവളെ ഭരിക്കുന്നുണ്ടായിരുന്നു. മുറിയിൽ വെളിച്ചമണച്ച് അവൾ കാത്തിരുന്നു. സമയം അർദ്ധരാത്രിയോടടുത്തു. പെട്ടെന്ന് മുറിയിലാകെ മുല്ലപ്പൂവിൻ്റെയും ചന്ദനത്തിൻ്റെയും ഒരു സമ്മിശ്ര ഗന്ധം നിറഞ്ഞു. കാറ്റില്ലാതെ തന്നെ അവളുടെ മുറിയിലെ തിരശ്ശീലകൾ പതിയെ ആടി. നവമി ശ്വാസമടക്കി പിടിച്ചു. പെട്ടെന്ന് അവളുടെ കട്ടിലിനരികിൽ ഒരു നിഴൽ രൂപം തെളിഞ്ഞു വന്നു. അവൾ നിലവിളിക്കാനാണെങ്കിലും അവളുടെ ചുണ്ടുകൾ മരവിച്ചു പോയി. ആ രൂപം പതിയെ അവളിലേക്ക് കുനിഞ്ഞു. ഇരുട്ടിലും ആ കണ്ണുകൾ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു തണുത്ത സ്പർശനം അവളുടെ കവിളിൽ തട്ടി. അത് കാറ്റാണോ അതോ ഒരു കൈപ്പത്തിയാണോ എന്ന് അവൾക്ക് തിരിച്ചറിയാനായില്ല. നീ എന്നെ പേടിക്കേണ്ട നവമി, കാലങ്ങളായി ഞാൻ നിനക്കായി കാത്തിരിക്കുകയായിരുന്നു. ആ ശബ്ദം അവളുടെ കാതുകളിലല്ല, മറിച്ച് ആത്മാവിലാണ് പ്രതിധ്വനിച്ചത്. നവമിക്ക് ചുറ്റും ലോകം കറങ്ങുന്നത് പോലെ തോന്നി. അവൾക്ക് ബോധം നഷ്ടപ്പെടുന്നതിന് മുൻപ് കണ്ടത് തൻ്റെ കട്ടിലിന് ചുവട്ടിൽ ചിതറിക്കിടക്കുന്ന ഒരു പിടി പാലപ്പൂക്കളായിരുന്നു. ബോധം വീണ്ടും കിട്ടുമ്പോൾ ജനാലയിലൂടെ അരിച്ചെത്തിയ സൂര്യപ്രകാശം നീലാംബരിയുടെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ നടന്ന കാര്യങ്ങൾ ഒരു സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. അവൾ പതിയെ കൈകൾ തറയിൽ തഴുകി. അവിടെ വാടിക്കരിഞ്ഞ ഏതാനും പാലപ്പൂക്കൾ ചിതറിക്കിടക്കുന്നു. ആ കാഴ്ച അവളുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പോലെ ഭയം നിറച്ചു. അത് സ്വപ്നമായിരുന്നില്ല. ആരോ ഒരാൾ, അല്ലെങ്കിൽ എന്തോ ഒന്ന് തൻ്റെ മുറിയിൽ ഉണ്ടായിരുന്നു. അവൾ വേഗത്തിൽ എഴുന്നേറ്റ് മുഖം കഴുകി താഴേക്ക് നടന്നു. തറവാടിൻ്റെ നടുമുറ്റത്ത് വലിയ തിരക്കിലാണ് അമ്മയും വത്സമ്മയും. അടുത്ത ആഴ്ചത്തെ കാവിലെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നീലു, നീ ഇതെന്താ ഇത്ര വൈകിയത്? നിന്റെ മുഖമെന്താ ഒരുമാതിരി ഇരിക്കുന്നത്? ഉറക്കമൊന്നും ശരിയായില്ലേ? ഒന്നുമില്ല വത്സലമ്മേ, വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടന്നത് കൊണ്ടാവാം. അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ ഉള്ളിൽ ആ ശബ്ദം ഇപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ അവൾ തറവാടിന് പുറകിലുള്ള കാവിനടുത്തേക്ക് നടക്കാൻ തീരുമാനിച്ചു. സാധാരണയായി അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാൻ അവൾക്ക് പേടിയാണ്. എന്നാൽ ഇന്നലെ കണ്ട രൂപത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചന അവിടെ കിട്ടുമെന്ന് അവൾ വിശ്വസിച്ചു. കാവിനുള്ളിൽ എപ്പോഴും ഒരു വല്ലാത്ത തണുപ്പാണ്. വൻമരങ്ങൾ ആകാശത്തെ മറച്ചു പിടിച്ചിരിക്കുന്നത് കൊണ്ട് പകൽ പോലും അവിടെ സന്ധിയേറ്റതുപോലെ ഇരുട്ടായിരിക്കും.
കാവിനുള്ളിലെ സർപ്പത്തറയിൽ വിളക്ക് വെക്കാൻ എത്തിയതായിരുന്നു വെളിച്ചപ്പാട്. അയാളുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കമുണ്ട്. നവമിയെ കണ്ടതും അയാളൊന്നു നിന്നു. "കുട്ടിക്ക് വഴി തെറ്റിയതാണോ?" അയാൾ ഗൗരവത്തിൽ ചോദിച്ചു. "അല്ല, ഞാൻ ചുമ്മാ." അവൾ വിക്കി. "ഈ കാടിന് കണ്ണും കാതുമുണ്ട് കുട്ടി. ഇവിടെ കാണുന്നതൊന്നും പുറത്ത് പറയരുത്. പഴയ ഗന്ധർവക്കാവാണിത്." വെളിച്ചപ്പാടിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നവമിയുടെ നെഞ്ചിടിപ്പ് കൂടി. അവിടെ നിന്നും തിരികെ വരുമ്പോൾ കാറ്റിൽ വീണ്ടും ആ സുഗന്ധം പടർന്നു. പക്ഷേ ഇത്തവണ അത് വെറുമൊരു ഗന്ധമായിരുന്നില്ല. ആരോ തൻ്റെ തൊട്ടു പിന്നിൽ നടക്കുന്നുണ്ടെന്ന് അവൾക്ക് ഉറപ്പായി. അവൾ തിരിഞ്ഞു നോക്കി. ആരുമില്ല. പക്ഷേ ഉണങ്ങിയ ഇലകൾക്ക് മുകളിൽ ആരോ ചവിട്ടി നടക്കുന്ന ശബ്ദം അവൾ വ്യക്തമായി കേട്ടു. ഭയം വകഞ്ഞു മാറ്റി അവൾ ഉറക്കെ ചോദിച്ചു, "ആരാണത്? എന്തിനാണ് എന്നെ പിന്തുടരുന്നത്?" കാട് ഒരു നിമിഷം നിശബ്ദമായി. പെട്ടെന്നൊരു വലിയ കാറ്റ് വീശിയടിച്ചു. കാവിനുള്ളിലെ മരങ്ങൾ ആക്രോശിക്കുന്നത് പോലെ ആടിയുലഞ്ഞു. മരങ്ങൾക്കിടയിൽ നിന്നും ആ രൂപം സാവധാനം വെളിപ്പെട്ടു. ഇന്നലെ കണ്ടതിനേക്കാളും വ്യക്തമായി നവമി അവനെ കണ്ടു. കാന്തിക ശക്തിയുള്ള കണ്ണുകൾ, വെളുത്ത ഉടയാട, കഴുത്തിൽ ഏതോ അപൂർവമായ രത്നങ്ങൾ കോർത്ത മാല. അവൻ മന്ദഹാസത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൾക്ക് ഓടാൻ കഴിഞ്ഞില്ല. തൻ്റെ ശരീരം തളർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. "നീ എന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്നില്ലേ നവമി? നിന്റെ സ്വപ്നങ്ങളിൽ ഞാൻ വരാറില്ലേ?" അവൻ്റെ ശബ്ദം ചുറ്റുമുള്ള മരങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ചു. "ആരാണ് നിങ്ങൾ? മനുഷ്യനാണോ?" അവൾ ചോദിച്ചു. അവൻ ഉറക്കെ ചിരിച്ചു. ആ ചിരിയിൽ കാട് വിറയ്ക്കുന്നത് പോലെ തോന്നി. "മനുഷ്യർക്ക് എന്നെ അറിയാം. പക്ഷേ അവർക്കെന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല. നിന്റെ വംശാവലിയിൽ വർഷങ്ങൾക്ക് മുൻപേ എനിക്ക് നൽകിയൊരു വാക്കുണ്ട്. ആ വാക്ക് പാലിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്." അവൻ അവളുടെ നേരെ കൈനീട്ടി. അവൻ്റെ വിരലുകൾ നവമിയുടെ കൈത്തണ്ടയിൽ സ്പർശിച്ചതും അവൾക്കൊരു വൈദ്യുതാഘാതം ഏറ്റതുപോലെ തോന്നി. അവളുടെ ഓർമ്മകളിൽ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത ദൃശ്യങ്ങൾ മിന്നി മറഞ്ഞു. പണ്ടേതോ കാലത്ത് ഇതുപോലെ ഒരു കാവിൽ താൻ ഇതേ ഗന്ധർവനോടൊപ്പം ഇരിക്കുന്നത് പോലെ. "സമയമാകുമ്പോൾ നീ എല്ലാം അറിയും. ഇപ്പോൾ പോവുക. നിന്റെ അച്ഛൻ നിന്നെ തിരയുന്നുണ്ട്." അവൻ മറഞ്ഞുപോയി. നവമി സ്വബോധത്തിലേക്ക് വന്നപ്പോൾ താൻ കാവിന് വെളിയിൽ നിൽക്കുകയാണെന്ന് മനസ്സിലാക്കി. വീട്ടിൽ നിന്നും അച്ഛൻ തന്നെ വിളിക്കുന്നത് അവൾ കേട്ടു. പക്ഷേ അവളുടെ കൈത്തണ്ടയിൽ അവൻ്റെ സ്പർശനമേറ്റയിടത്ത് ഒരു ചെറിയ തഴമ്പ് രൂപപ്പെട്ടിരുന്നു. ഒരു നീലത്താമരയുടെ ആകൃതിയിൽ. തൻ്റെ ജീവിതം ഇനിയൊരിക്കലും പഴയതുപോലെ ആകില്ലെന്ന് അവൾക്ക് ഉറപ്പായി. ഈ ഗന്ധർവൻ തന്നിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? കാവിൽ നിന്നും തിരിച്ചെത്തിയ നവമിയുടെ ഉള്ളിൽ 1000 ചോദ്യങ്ങൾ ഇരമ്പുകയായിരുന്നു. കൈത്തണ്ടയിലെ ആ നീലത്താമരയുടെ അടയാളം അവൾ സാരിയുടെ തലപ്പുകൊണ്ട് മറച്ചു പിടിച്ചു. ആ സ്പർശനം ഏറ്റ ഭാഗത്ത് ഇപ്പോഴും ഒരു തരം തരിപ്പും ചൂടും അനുഭവപ്പെടുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും പൂജയിലെ തിരക്കിലായതുകൊണ്ട് ആരും അവളുടെ ഭാവമാറ്റം ശ്രദ്ധിച്ചില്ല. രാത്രി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അച്ഛൻ വിശ്വനാഥൻ വളരെ ഗൗരവത്തിലായിരുന്നു. "നീലു, നാളെ മുതൽ നീ ഒറ്റയ്ക്കെങ്ങും പോകരുത്. കാവിൽ ചില അസ്വാഭാവികമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് വെളിച്ചപ്പാട് വീണ്ടും പറഞ്ഞു. നമ്മുടെ കുടുംബത്തിലെ പഴയ കാരണവന്മാർ ആരോ ചെയ്ത ചില വഴിപാടുകൾ പൂർത്തിയാകാതെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ദോഷം ഇനി ആർക്കെങ്കിലും വരുമോ എന്നാണ് എൻ്റെ പേടി." അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നവമിയുടെ കൈകൾ വിറച്ചു. അവൾ പതുക്കെ ചോദിച്ചു, "അച്ഛാ, നമ്മുടെ കുടുംബവും ഗന്ധർവന്മാരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?" വിശ്വനാഥൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി അവളെ ഒന്ന് നോക്കി. അയാളുടെ കണ്ണുകളിൽ ഒരു നിമിഷം പരിഭ്രമം നിഴലിച്ചു. "അതൊക്കെ പണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് മോളെ. നീ അതൊന്നും ആലോചിച്ച് തല പുകയ്ക്കണ്ട. നീ വേഗം കഴിച്ചു പോയി കിടന്നോ." അച്ഛൻ്റെ മറുപടിയിൽ എന്തൊക്കെയോ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. രാത്രി തൻ്റെ മുറിയിലെത്തിയ നവമി വാതിൽ ഭദ്രമായി അടച്ചു. ജനാലയ്ക്കൽ പോയി നിൽക്കാൻ അവൾക്ക് ഭയം തോന്നി. എങ്കിലും ആ സുഗന്ധം, അത് വീണ്ടും മുറിയിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങിയിരിക്കുന്നു. ഇത്തവണ ആ മണം കൂടുതൽ തീവ്രമായിരുന്നു. അവൾ പതിയെ കണ്ണാടിക്ക് മുൻപിൽ പോയി നിന്നു. കരിമ്പച്ച നിറത്തിലുള്ള ധാവണിയിൽ അവൾ വല്ലാത്തൊരു ഭംഗിയോടെ കാണപ്പെട്ടു. പെട്ടെന്ന് കണ്ണാടിയിലെ തൻ്റെ പ്രതിബിംബത്തിന് പിന്നിലായി മറ്റൊരു രൂപം തെളിയുന്നത് അവൾ കണ്ടു. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവൻ അവിടെ നിൽക്കുന്നു, ആ ഗന്ധർവൻ. ഇത്തവണ അവൻ മുറിക്കുള്ളിലായിരുന്നു. അവൻ്റെ സാന്നിധ്യം കൊണ്ട് മുറിയിലാകെ ദിവ്യമായ പ്രകാശം പടർന്നു. "നീ എന്തിനാണ് എന്നെ ഭയപ്പെടുന്നത് നവമി?" അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. "നിങ്ങളെങ്ങനെ ഇവിടെ വന്നു? വാതിൽ അടച്ചതാണല്ലോ." അവളുടെ ശബ്ദം ഇടറി. അവനൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ഒരു കാന്തികതയുണ്ടായിരുന്നു. "എനിക്ക് വരാൻ വാതിലുകളുടെ ആവശ്യമില്ല. നിന്റെ ഹൃദയം തുറന്നിട്ടാൽ മാത്രം മതി. നിന്റെ കൈത്തണ്ടയിലെ ആ അടയാളം നോക്കൂ. അത് നമ്മുടെ പ്രണയത്തിൻ്റെ അടയാളമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നീ എൻ്റേതായിരുന്നു. ഇന്നും നീ എൻ്റേതു മാത്രം."
അവൻ അവളുടെ കൈത്തണ്ടയിൽ പതിയെ തലോടി. ആ നിമിഷം അവളുടെ മനസ്സിൽ പഴയ ഏതോ ജന്മത്തിൻ്റെ ദൃശ്യങ്ങൾ തെളിഞ്ഞു വന്നു. വലിയൊരു കൊട്ടാരം, അവിടെ സംഗീതം പൊഴിക്കുന്ന ഒരു യുവാവ്, അവൻ്റെ പാട്ടിൽ മയങ്ങി നിൽക്കുന്ന ഒരു രാജകുമാരി. അത് താൻ തന്നെയായിരുന്നുവോ? ആരാണ് നിങ്ങൾ? എന്തിനാണ് എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? കണ്ണുനീരോടെ അവൾ ചോദിച്ചു. ഞാൻ നിന്നെ വേട്ടയാടുകയല്ല, സംരക്ഷിക്കുകയാണ്. നിന്റെ ഈ ജീവിതം ഈ കൊച്ചു തറവാടിനുള്ളിൽ തീരാനുള്ളതല്ല. നീ ഗന്ധർവ്വലോകത്തെ രാജ്ഞിയാകേണ്ടവളാണ്. പക്ഷേ അതിനു മുൻപ് നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ അച്ഛൻ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ പഴയ ഗ്രന്ഥം കണ്ടെത്തണം. അതിലാണ് നമ്മുടെ കഥയുടെ ബാക്കി ഭാഗം എഴുതിയിരിക്കുന്നത്. അവൻ പറഞ്ഞത് കേട്ട് അവൾ അത്ഭുതപ്പെട്ടു. അച്ഛൻ്റെ പക്കൽ അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടോ? പെട്ടെന്ന് പുറത്ത് ആരോ നടക്കുന്നത് കേട്ടു. നീലു, നീ ആരോടാ സംസാരിക്കുന്നത്? അമ്മയുടെ ശബ്ദമായിരുന്നു അത്. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അപ്രത്യക്ഷനായിരിക്കുന്നു. ജനാലപ്പാളികൾ കാറ്റിലാടുന്നത് മാത്രം. മുറിയിലാകെ പാലപ്പൂക്കൾ ചിതറിക്കിടക്കുന്നു. ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ ഉറക്കത്തിലെന്തോ പറഞ്ഞതാവും, അവൾ വിളിച്ചു പറഞ്ഞു. അമ്മ പോയി കഴിഞ്ഞപ്പോൾ അവൾ ആ തറയിൽ ഇരുന്നു. തൻ്റെ ജീവിതം ഏതോ വലിയ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അച്ഛൻ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം എന്താണ്? ആ ഗ്രന്ഥം എവിടെയായിരിക്കും?